ഹേ ഗൈസ്, നമ്മുടെ മൈസൂർ ട്രിപ്പിലെ അടുത്ത ഡെസ്റ്റിനേഷൻ മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള മൈസൂർ പാലസ് ആണേ. പാലസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് പുരാതന കാലത്തെ അമ്പലമായിരുന്നേ അത്. പിന്നെ പാലസ് നിറച്ച് സ്കൂൾ പിള്ളേരായിരുന്നു കേട്ടോ. സ്കൂൾ പിള്ളേർ മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരും പിന്നെ ഫോറിനേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പാലസിനകത്ത് നടന്ന് കാണാൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നടന്ന് കാല് വേദനിച്ചു. വലിയ ഹാളും കല്യാണ മണ്ഡപവും പിന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതൊക്കെ ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ. പിന്നെ ഒരു റൂം നിറയെ പെയിൻറ്റിങ്സ് ആയിരുന്നു കേട്ടോ. രാജാക്കന്മാരുടെയും അവരുടെ കുടുംബക്കാരുടെയും ഇഷ്ടം പോലെ നടന്ന് കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഒരു മാങ്ങയൊക്കെ കണ്ടപ്പോൾ അത് കഴിച്ച് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സിനിമയ്ക്ക് കയറി കേട്ടോ. സന്ദീപിൻ്റെ എക്കോയ്ക്കാണ് കയറിയത്. സന്ദീപ് എൻ്റെ ക്രഷും കൂടെ കേട്ടോ. അത് കാരണം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇനോക്സിലായിരുന്നു വന്നത്. കാണാൻ ചെറിയ തിയേറ്റർ ആയിരുന്നെങ്കിലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും പിന്നെ സ്ക്രീനും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ കുറച്ച് പോപ്കോണും കോളയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മൂവിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബൈ.